നമസ്കാരം. ഹായ് മക്കളെ. നമ്മളെ UB മാത്സ് എന്ന യൂട്യൂബ് ചാനലിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ വിജയപേരിയുമായി ബന്ധപ്പെട്ട റിവിഷൻ പാക്കേജിൻ്റെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നാമത്തെ സെഷൻ നന്നായി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തൊക്കെ പഠിക്കുക. രണ്ടാമത്തെ സെഷനിലേക്ക് സ്വാഗതം. ഈ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനമായിട്ടും കോർഡിനേറ്റ്സ്, ജോമെട്രിൻ്റെ ആൾജിബ്ര എന്ന ഭാഗങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. Draw XY axis and mark the following points: A10, 70, 64, 24. ക്വാഡ്രിലാറ്ററൽ വരക്കണം, അതിൻ്റെ പേര് പറയണം, ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ആക്സിസ് വരച്ചിട്ട് നമ്മൾ ഈ പോയിന്റുകൾ മാർക്ക് ചെയ്യണം. അപ്പം നമുക്ക് ആദ്യം എക്സ് ആക്സും വൈ ആക്സിസും വരക്കാം. എന്നിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് പോയിന്റുകൾ മാർക്ക് ചെയ്യാം. എക്സ് ആക്സും വൈ ആക്സും വരക്കാം. 0, 1, 2, 3, 4, 5, 6, 7, 8, etc. 1, 2, 3, 4, 5, 6, etc. നമുക്ക് തന്നിട്ടുള്ള പോയിന്റ് 10, 70, 64, 24. 10 എന്ന് പറയുന്നത് ഇതന്നെ പോയിന്റ്, 1ഉം 0ഉം. ഇതാണ് എ എന്നുള്ള പോയിന്റ്. 70 ഇവിടെ ബി എന്നുള്ള പോയിന്റ്. അടുത്ത 64 ഏകദേശം ഇവിടെ വരുന്നു. 64 സി. 24 ഡി എന്നുള്ള പോയിന്റ് വരുന്നു. ഇത് ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഒരു ക്വാഡ്രിലാറ്ററൽ വരക്കണം. ഈ ക്വാഡ്രിലാറ്ററൽ നോക്കിയിട്ടാണ് അടുത്തത് നമ്മൾ ഇതിന്റെ ഷേപ്പ് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ഇത് പാരലോഗിലായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രൂപമായിരിക്കാം. അപ്പൊ അത് നോക്കണം. അപ്പൊ ഇവിടെ നമുക്ക് പാരലോഗിനൊന്നല്ല വന്നത്, പകരം ട്രപ്പീസിയമാണ് വന്നിട്ടുള്ളത്. ട്രപ്പീസിയാണ് വന്നത്, അഥവാ ലംബകമാണ് വന്നത്. അപ്പോൾ ഈ പേര് എഴുതണം, ലംബകം. അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾ ആലോചിക്കേണ്ടത് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ പാരലോഗിനാണെങ്കിൽ ഏരിയ BH ആയിരുന്നു. ലംബകമാണെങ്കിൽ അതിന്റെ ഏരിയ വരുന്നത് ഹാഫ് H into A+B എന്നാണ്. ഹാഫ് H into A+B. അതിൽ എ എന്ന് പറഞ്ഞത് ഈ പാരലൽ ആയിട്ട് ലൈന്, ഇതാണ് പാരലൽ സൈഡ്സ് ആണ്. എയും ബിയും വരുന്നത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് H വരുന്നത്. അങ്ങനെയാണെങ്കിൽ എ കണ്ടുപിടിക്കണം. എ കാണാന് 10ഉം 70ഉം ആണ്. അങ്ങനെയാണെങ്കിൽ എ കിട്ടാൻ നമുക്ക് 7 - 1 6 ആണ് വരുന്നത്. ഇതുപോലെ ബി എന്ന് പറയുന്നത് 24 64 ആണ്. y ഈക്വൽ ആണ്. ബി എന്നുള്ളത് 6 - 2 4 ആണ്. ബി എന്നുള്ളത് 4 ആണ്. അഗൈൻ ഹൈറ്റ് എന്നുള്ളത് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ഇവിടെയുള്ള ഈ ഡിസ്റ്റൻസ് വരുന്നു, 0 മുതൽ 4 വരെ. അപ്പൊ H എന്നുള്ളത് 4 ആണ്. എങ്കിൽ ഏരിയ എന്നത് ഹാഫ് H എന്നുള്ള 4 into 6 + 4 വരുന്നു. കട്ട് ചെയ്ത് അവിടെ 2 times of 10 വരുന്നു. 20 സ്ക്വയർ യൂണിറ്റ് ആണ് ഇത് വരുന്നത്. അപ്പൊ ഇതുപോലെ ഒരു ചോദ്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. ആക്സിസ് വരച്ച് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്ത് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ചോദ്യമാണ്. ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. 3, 5, 7, 8 എന്നുള്ള ഒരു റെക്ടാംഗിളിന്റെ ഓപ്പോസിറ്റ് വെർട്ടിസസ് ആണ്. ഇത് വരക്കുക, റഫായിട്ട് വരക്കുക. മറ്റു രണ്ട് കോർഡിനേറ്റ്സ് കാണാം, വെർട്ടെക്സിന്റെ കോർഡിനേറ്റ്സ് കാണാം, ഡയഗണലിന്റെ അല്ലെങ്കിൽ സൈഡൊക്കെ കണ്ടുപിടിക്കുക. ഇതാണ് ചോദ്യം. അപ്പൊ ഒരു റെക്ടാംഗിൾ ഉണ്ട്, അത് 3, 5, 7, 8 ആണ്. അപ്പൊ നമുക്ക് റെക്ടാംഗിൾ റഫായിട്ട് ഒരു റെക്ടാംഗിൾ വരച്ചു നോക്കാം. പേര് നമുക്ക് ABCD. എ എന്നുള്ളത് 3, 5 ആണ്. സി എന്നത് 7, 8 ആണ്. അപ്പൊ റഫായിട്ട് നമ്മൾ ഏകദേശം വരച്ചു. റഫായിട്ട് വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനേക്കാൾ വലുതാണ് എക്സ് കോർഡിനേറ്റ് എങ്കിൽ റൈറ്റ് സൈഡ് വരും, വൈ കോർഡിനേറ്റ് വലുതാണെങ്കിൽ മുകളിൽ വരും. ആ രീതിയിൽ ഇത് അറേഞ്ച് ചെയ്തിട്ട് വരക്കണം. ചെറുതാണെങ്കിൽ പുറകിലേക്കാണ് വരക്കേണ്ടതെന്ന് മനസ്സിലാവണം. പിന്നെ ഡിയുടെയും കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഒരു വെർട്ടിക്കൽ ലൈൻ ആണെങ്കിൽ അതിന്റെ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആയിരിക്കും എന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊരു വെർട്ടിക്കൽ ലൈനാണ് BC. അതിന്റെ എക്സ് കോർഡിനേറ്റ് C7 ആയിരിക്കും. ഇവിടെ 7 ആയതുകൊണ്ട് ഇവിടെ 7 ആണ്. ഇവിടെ 3 ആയതുകൊണ്ട് ഇവിടെ 3 ആണ്. ഇനി ഹൊറിസോണ്ടൽ ലൈൻ ആണെങ്കിൽ, തിരശ്ചീനമായിട്ടാണ് വരക്കുന്നതെങ്കിൽ അതിന്റെ y കോർഡിനേറ്റുകൾ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ y കോർഡിനേറ്റ് 5 ആയതുകൊണ്ട്
ഇവിടെ 5 വരും, ഇവിടെ 8 ആയതുകൊണ്ട് ഇവിടെ 8 ആയിരിക്കും. അപ്പോൾ സിയുടെയും ഡിയുടെയും കോർഡിനേറ്റ്സ് നമ്മൾ കിട്ടി. ഇനി ഇതിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഡിസ്റ്റൻസ് കാണാം. എ ബിയുടെ ലെങ്ത് കാണാനാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്കറിയാം എ ബിയുടെ ലെങ്ത് എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടിന്റെ y കോർഡിനേറ്റുകൾ ഈക്വൽ ആണ്. അപ്പൊ എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. 7 - 3 4 യൂണിറ്റ് ആണ്. സിമിലർലി ബി സിയുടെ എന്ന് പറയുമ്പോൾ എക്സ് കോർഡിനേറ്റ് ഈക്വൽ ആണ്. ഇപ്പൊ y കോർഡിനേറ്റിന്റെ ഡിഫറൻസ് ആയ 8 - 5 3 ആണ്. 8 - 5 3 ആണ് വരുന്നത്. ഓക്കെ, അത് ഉപയോഗിച്ച് നമുക്ക് എ സി കണ്ടുപിടിക്കാം. ഇപ്പൊ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിന്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചാൽ മതി. എ സി ബേസ് സ്ക്വയർ മൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഉപയോഗിക്കാം. അപ്പോൾ 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ദാറ്റ് ഈസ് 16 പ്ലസ് 9 √25 5 യൂണിറ്റ് ആണ്. ബി ഡിയുടെ ലെങ്ത് അടുത്ത ഡയഗണൽ ചോദിച്ചാൽ, ഈ ഡയഗണൽ ചോദിച്ചാൽ റെക്റ്റാങ്കിൾ ആണ്, ചതുരമാണ്. ഡയഗണൽ അഥവാ വികരണത്തിന്റെ നീളങ്ങൾ തുല്യമായിരിക്കും. അപ്പോൾ ബി സി എന്നുള്ളത് ബി ഡി എന്നത് എ സിക്ക് ഈക്വൽ ആയിരിക്കും. അത് 5 തന്നെ ആയിരിക്കും. അപ്പം വേറെ കാൽക്കുലേറ്റ് ചെയ്യണ്ട. ഇനി ഇതേ ചോദ്യം നമുക്ക് എ സി നമ്മുടെ എ ബിയും ബി സി ഒന്നും ചെയ്യാതെയാണ് ചോദിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് കാണാനും നമ്മളൊരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. x2 - x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ഹോൾ സ്ക്വയർ എന്ന് വെച്ചിട്ട് കാണാം. ശരിക്ക് ഈ ചെയ്തതിന്റെ സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ആദ്യം കാണുന്നത് എ ബി x2 - x1 ആണ്. പിന്നെ ബി സി എന്നുള്ളത് y2 - y1 ആണ്. ശരിക്ക് തന്നെയാണ് വരുന്നത്. ഇനി ഇതുപോലെ ചെയ്ത് നോക്കിയാൽ x2 7 - 3 ഹോൾ സ്ക്വയർ. ഈ 7 - 3 കണ്ടിട്ട് അതിന്റെ സ്ക്വയർ തന്നെയാണ് കണ്ടുപിടിച്ചത്. അടുത്തത് y2 - y1 വരുമ്പോൾ 8 - 5 സ്ക്വയർ. 8 - 5 3 അതിന്റെ സ്ക്വയർ ആണ് പിന്നെ വരുന്നത്. √4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ 5 യൂണിറ്റ്. ഇതുപോലെ വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതും ഏകദേശം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സ്ഥിരമായിട്ട് എക്സാമിന് വന്നുകൊണ്ടിരിക്കുന്നതാണ്. റെക്റ്റാങ്കിളിന്റെ കാര്യം നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്തത് ഒരു ലൈന് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ചോദ്യം വരുന്നത് 2 പോയിന്റ് തന്നു. അതിന്റെ സ്ലോപ്പ് ചെരിവ് ചോദിച്ചു. പിന്നെ അതിനകത്ത് വേറെ പോയിന്റ് കാണാൻ പറഞ്ഞു. ആ പോയിന്റ് വെച്ചുള്ള ഒരു പ്രത്യേകത ചോദിച്ചു. ഇക്വേഷൻ ചോദിച്ചു. അതുപോലെ 8, 6 എന്നുള്ള ലൈനിലെ പോയിന്റ് ആണ് പ്രൂവ് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നു. അപ്പൊ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യം 2, 4, 7, 6 2, 4, 7, 6 ഇങ്ങനെ 2 പോയിന്റ് എന്നാൽ നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാന്നുള്ളതിന്റെയാണ് പ്രത്യേകത. 2 പോയിന്റ് എന്നാൽ വേണമെങ്കിൽ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം. നമുക്കറിയാലോ, രണ്ടും കൂടെ കൂട്ടിയിട്ട് പകുതി എടുക്കാന്നുള്ള കണ്ടുപിടിക്കാം. ഒരു റേഷ്യോ വന്നിട്ട് കട്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് കണ്ടുപിടിക്കാം. ലൈൻ ആവുന്നതോട് കൂടി ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ആ ലൈനിലെ വേറെ പോയിന്റ് കണ്ടുപിടിക്കാം. ആ പോയിന്റുകളുടെ പ്രത്യേകതകൾ പറയാം. എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന അല്ലെ വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിക്കാം. ഇങ്ങനെ കുറെ സാധനങ്ങൾ നമ്മൾ ഇതുമായി കണക്ട് ചെയ്ത് ചോദിക്കാം. അവിടെ ആദ്യത്തെ ചോദ്യം സ്ലോപ്പ് അഥവാ ചെരിവ് എന്താണെന്ന്. അപ്പൊ സ്ലോപ്പ് കാണാന് y വ്യത്യാസം ഡിഫറൻസ് ഓഫ് y ബൈ ഡിഫറൻസ് ഓഫ് x ഇതാണ്. y2 - y1 ബൈ x2 - x1 ആണ്. അപ്പൊ 6 - 4 ബൈ 7 - 2 ആണ്. 6 - 4 ബൈ 7 - 2 ആണ്. 2/5 എന്നാണ്. 2/5 ആണ്. ഇനി സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ചെറിയൊരു വിശദീകരണം നല്ലതാണ്. എന്താണ് സ്ലോപ്പ് 2/5 എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ എക്സ് എന്നത് 5 ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ വൈയിലെ ചേഞ്ച് 2 ആയിരിക്കണം. ഇഫ് ദ ഇൻക്രിമെന്റ് ഇൻ x is 5, the corresponding increment in y equal to 2 ആണ്. x 5 കൂടുമ്പോൾ y 2 കൂടണം. തിരിച്ചു പറയാം, x 5 കുറയുമ്പോൾ y 2 കുറയണം. അല്ലെങ്കിൽ വേറൊരു രീതിയിലൂടെ പറയാം, x 1 കൂടുകയാണെങ്കിൽ y എത്രയാണ് കൂടുന്നതെന്ന് പറയുന്നതാണ് ഇതിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ x 2/5 കൂടണം. 2/5 ഇൻക്രീസ് ചെയ്യണം. ഇങ്ങനെ ഒരു സാധനം നമ്മുടെ മനസ്സിലുണ്ടാവണം. സ്ലോപ്പ് കൊണ്ട് ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ 2, 4 എന്നൊരു പോയിന്റ് കിട്ടുന്നുണ്ട്. ഇതില് എക്സ് എന്നത് 2 കൂടുമ്പോ എക്സ് എന്നുള്ള 2 കൂടുമ്പോ 4 ആവും. അന്നേരം y 5 കൂടണം. 9 സോറി തിരിഞ്ഞുപോയി പറഞ്ഞപ്പോ 24 എന്നുള്ളൊരു പോയിന്റ് വരുന്നു. ഇതിനകത്ത് എക്സ് എന്നുള്ളത് 5 കൂടുമ്പോ 7, y എന്നുള്ളത് 2 കൂടണം. അപ്പൊ 6 വരുന്നു. അതാണ് 7, 6 വരുന്നത്. വേറൊരു പോയിന്റ് കൂടെ കാണണമെങ്കിൽ ഇതേപോലെ ഈ ഐഡിയ ഉപയോഗിച്ചാൽ മതി. എക്സ് ഇവിടെ 5 ആണ് കൂടിയത്, ഇവിടെ 5 കൂടുക. അപ്പൊ 7നോട് 5 കൂട്ടി 12,
2 കൂട്ടിയിട്ട് 8. ഇതൊരു മാർഗം. ഇനി അതല്ല, ഒരു പോയിന്റ് ആണ് ചോദിക്കുന്നെങ്കിൽ 2, 4 എന്നുള്ള പോയിന്റ് അറിയാം, 7, 6 എന്നുള്ള പോയിന്റ് കാണാം. ഒരു പോയിന്റ് ആണ് ചോദിക്കുന്നെങ്കിൽ മധ്യബിന്ദു മിഡ് പോയിന്റ് കണ്ടാലും മതി, മിഡ് പോയിന്റ് മേടിച്ചിട്ടും കാണാം. അപ്പൊ ഒന്നിലധികം പോയിന്റ് കാണുകയാണെങ്കിൽ ഇതാണ് കുറച്ചുകൂടി എളുപ്പം. ഒരു പോയിന്റ് ആണെങ്കിൽ മിഡ് പോയിന്റ് ആയാലും മതി. അപ്പൊ ഇത് മിഡ് പോയിന്റ് കാണാൻ 2 + 7/2 വരും, 4 + 6/2 വരും. എക്സിന്റെ സമ്മിന്റെ ഹാഫ്, വൈയുടെ സമ്മിന്റെ ഹാഫ്. അങ്ങനെയാണെങ്കിൽ 2 + 9/2 10/2 5. ഇതുപോലെ ആവാം. ഇഷ്ടംപോലെ പോയിന്റ് ഉണ്ടാവും. അപ്പൊ ഇതുപോലത്തെ ഇതും ലൈനിലെ പോയിന്റ് ആയിരിക്കും. അടുത്തത് ഈ ലൈനില് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് എന്താണ്? ഈ എക്സ് ആക്സിനെ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ y കോർഡിനേറ്റ് 0 ആയിരിക്കും അർത്ഥം. എക്സ് ആക്സ് എന്ന് പറയുമ്പോൾ എക്സ് അക്ഷത്തിൽ എന്ന് പറഞ്ഞാൽ y 0 ആയിരിക്കണം. അപ്പൊ y 0 ആവുന്ന പോയിന്റ് കണ്ടുപിടിക്കുന്നതാണ്. ഇത് 2 രീതിയിൽ വരാം ഈ ചോദ്യത്തിന്റെ ആസ്പെക്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ 2, 4, 7, 6 എന്നൊരു പോയിന്റ് വന്നല്ലോ. ഇതിനകത്ത് എക്സ് 5 കൂടുന്നു, അപ്പൊ y 2 കൂടുന്നു. തിരിച്ചത് കുറയാൻ പുറകിലേക്ക് എഴുതിപ്പോ ഇവിടെ 5 കുറഞ്ഞാല് -3 വരും. അപ്പൊ ഇവിടെ 2 കുറയുന്നു, അപ്പൊ 2 ആവും. ഒന്നും കൂടെ 5 കുറഞ്ഞാല് -8 വരും. ഇവിടെ 2 കുറഞ്ഞാൽ 0 ആവും. അപ്പൊ ഇതാണ് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്. y കോർഡിനേറ്റ് 0 വന്നു. ഇതാണ് ഒരു മാർഗം. വേറൊരു രീതിയിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് എക്സ് ആക്സ് ആണെങ്കിൽ y 0 ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ പോയിന്റിന്റെ പൊതുരൂപം x0 ആയിരിക്കും. x0 ആയിരിക്കും പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ഈ വരയിൽ വേറൊരു പോയിന്റ് നമുക്ക് എടുക്കാം, 2, 4 എടുക്കാം. എന്നിട്ട് നേരത്തെ കണ്ടതുപോലെ സ്ലോപ്പ് അഥവാ ചെരിവ് കണ്ടുപിടിക്കാം. അപ്പൊ കിട്ടുന്നത് 0 - 4/x-2 = നേരത്തെ നമ്മൾ ഇത് 2/5 ആണ് കണ്ടുവച്ചിട്ടുണ്ട്, 2/5 ആണ് കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്ത -4 × 5 + 2 × x-2 -20 = 2x - 4 -20 + 4 = 2x, അഥവാ 2x = -16, x = -8. അപ്പൊ -8 0 എന്നും ആവാം. കുറച്ചുകൂടെ നല്ലത് ഈ രീതിയിൽ ആലോചിച്ച് കിട്ടാൻ പറ്റുമെങ്കിൽ ഇതാണ് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് വരുന്നത് അർത്ഥം. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, ലൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും എന്നാണ്. ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? അപ്പൊ നമുക്ക് എന്തൊക്കെ കാര്യം അറിയാം ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് വരുന്നത് ലൈൻ്റെ ഇക്വേഷൻ കിട്ടാൻ നമ്മൾ തൽക്കാലം ഞാനിത് ക്ലിയർ ആക്കാണ്. അപ്പൊ ലൈൻ്റെ ഇക്വേഷൻ കാണാൻ നമുക്കിപ്പോ 2 പോയിന്റ് അറിയാം. ഇപ്പൊ ഒരു 2, 4 എന്നുള്ള പോയിന്റ് ഉണ്ട്, 7, 6 എന്നുള്ള പോയിന്റ് ഉണ്ട്. ഇതിലൊരു പോയിന്റ് എടുത്തു, XY എന്നുള്ളൊരു പോയിന്റ് എടുത്തു. സ്ലോപ്പ് എന്നുള്ളത് 2/5 ആണ്, 2/5 ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ ഓഫ് ലൈൻ, വരയുടെ സമവാക്യം കാണാൻ നമുക്ക് ഇക്വേഷൻ കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് പല രീതിയിൽ ഇത് പറയാം. ഞാൻ ഒരു രീതി ഇവിടെ പറയാണ്. ഇക്വേഷൻ കാണാൻ y - y1 = സ്ലോപ്പ് ഇൻറ്റു x - x1 ആണ്. y - y1 = സ്ലോപ്പ് ഇൻറ്റു x - x1. ഈ രീതിയിലാണ് എടുക്കുന്നത്. അതില് x1 y1 എന്നുള്ളത് ഈ പോയിന്റ് ആയിട്ട് എടുക്കും. ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കാം, x1 y1. അങ്ങനെയാണെങ്കിൽ y എന്നുള്ളത് y വരുന്നു, ജനറൽ പോയിന്റ്. y1 എന്നുള്ളത് 4 = 2/5 ഇൻറ്റു x = x, x1 is 2. Then y - 4 into 5 = 2 into x - 2. Multiply the 5y - 20 = 2x - 4. x y ഒരു ഭാഗത്ത്, എല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ഇങ്ങനെ എഴുതാം. അങ്ങനെയാണ് 2x - 5y, 5y ഇവിടെ എഴുതി, +20 - 4 = 0. അഥവാ 2x - 5y + 16 = 0 is the equation of the line. ഇതാണ് ലൈൻ്റെ ഇക്വേഷൻ വരുന്നത്. എന്നത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. നമുക്കിപ്പോൾ ഉള്ളത് ഇതിനെടുക്കുന്ന ഒരു 2, 4 എന്നുള്ള പോയിന്റ് എടുത്തു. വീണ്ടും നമ്മൾ
എക്സ് വൈ എന്നുള്ള പോയിന്റ് കൺസിഡർ ചെയ്തു. സ്ലോപ്പ് എന്നുള്ളത്, ചെരിവ് എന്നുള്ളത് 2/5 ആണ്. ഇക്വേഷൻ അഥവാ സമവാക്യം കാണാനുള്ള ഫോർമുല ആയിട്ട് എടുക്കുന്നത് y മൈനസ് y1 ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് x1 എന്നാണ്. y മൈനസ് y1 എന്നുള്ളത് 4 എടുത്തു ഈക്വൽ ടു 2/5 ഇൻറ്റു എക്സ് മൈനസ് x1 ഈസ് 2. ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. y മൈനസ് 4 ഇൻറ്റു 5 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് മൈനസ് 2. ഈ 5 ഇങ്ങോട്ട് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. 2 ഇൻറ്റു എക്സ് മൈനസ് 2. 5y മൈനസ് 5 ഇൻറ്റു 4 20. 2x 2 ഇൻറ്റു 2 4. ഇതിവിടെ ഈ സൈഡിലേക്ക് എഴുതിയാൽ 2x മൈനസ് 5y പ്ലസ് 20 മൈനസ് 4 ഈക്വൽ ടു 0, ഓർ 2x മൈനസ് 5y പ്ലസ് 16 ഈക്വൽ ടു 0. ഇതാണ് നോർമൽ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ചെറിയൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു. ചോദ്യത്തിൽ ഇങ്ങനൊരു പോയിന്റും കൂടെ ഉണ്ട്. ഇഫ് എക്സ് വൈ ഇസ് എ പോയിന്റ് ഓൺ ദിസ് ലൈൻ, പ്രൂവ് ദാറ്റ് എക്സ് പ്ലസ് വൈ, വൈ പ്ലസ് ടു ഇസ് ആൾസോ പോയിന്റ് ഓൺ ദിസ് ലൈൻ. അപ്പൊ അത് ചെയ്യാൻ എക്സ് വൈ എന്നുള്ളത് ലൈനിലെ പോയിന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 2 എന്നുള്ള എക്സ് പ്ലസ് 5ഉം വൈ പ്ലസ് 2 ലൈനിലെ പോയിന്റ് ആണ് പ്രൂവ് ചെയ്യണം. ഇങ്ങനെ ലൈനിലെ പോയിന്റ് ആണ് പ്രൂവ് ചെയ്യാൻ ചെയ്യേണ്ടത് ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാണ്, ചെരിവ് കണ്ടുപിടിക്കാണ്. ഈ സ്ലോപ്പ് അഥവാ ചെരിവ് എന്നുള്ളത് 2/5 തന്നെയാണ് കിട്ടുന്നതെങ്കിൽ നമുക്കത് ലൈനിലെ പോയിന്റ് ആണെന്ന് പറയാം. അവിടെ സ്ലോപ്പ് കാണുന്നു. y2 എന്ന് പറഞ്ഞത് y പ്ലസ് 2 ആണ്, മൈനസ് y1 എന്ന് പറഞ്ഞത് y, x2 എന്ന് പറഞ്ഞത് x പ്ലസ് 5 മൈനസ് എക്സ് ഈക്വൽ ടു y മൈനസ് y എന്നുള്ളത് 2 ആവുന്നു. x മൈനസ് എക്സ് എന്നുള്ളത് 0 ആയിട്ട് വരും. 2/5 സെയിം ആണ്. therefore on the line, വരയിലാണ്. ഓക്കെ, അടുത്ത പോയിന്റ് വന്നത് വേറൊരു പോയിന്റ്. ചെക്ക് 8, 6 ഈ ലൈനിലെ പോയിന്റ് ആണ് കാണണം. അപ്പൊ നമുക്ക് 2-3 രീതിയിൽ പറയാം. 8, 6 ഉപയോഗിച്ചിട്ട് ഈ പോയിന്റ് ഉപയോഗിച്ച് സ്ലോപ്പ് കണ്ടുപിടിക്കാം. ഈ ചെയ്ത രീതിയിൽ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് 2/5 കിട്ടുന്നു കാണിക്കാം. വേറൊരു രീതി, നമുക്കിപ്പോൾ ഓൾറെഡി ഇക്വേഷൻ അറിയാം. 2x മൈനസ് 5y പ്ലസ് 16 ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 8, 6 എന്നുള്ളത് ഈ ലൈനിലെ പോയിന്റ് ആണെങ്കിൽ, 8, 6 എന്നുള്ള ലൈനിലെ പോയിന്റ് ആണെങ്കിൽ എക്സിന് 8 എന്നും വൈക്ക് 6 എന്നും കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ 0 കിട്ടണം. കൊടുത്തു നോക്കാം. 2 ഇൻറ്റു എക്സ് ഈക്വൽ ടു 8 മൈനസ് 5 ഇൻറ്റു വൈ ഈക്വൽ ടു 6 പ്ലസ് 16 ഈക്വൽ ടു 16 മൈനസ് 30 പ്ലസ് 16 is 32 minus 30 not equal to 0. Therefore 8, 6 not on this line. വരയിലല്ല എന്ന് പറയാം. അപ്പൊ ഈ ചോദ്യത്തിൽ നമ്മൾ കുറെ പോയിന്റ്സ് പറഞ്ഞതാണ്. അപ്പോൾ ഡിസ്കഷന് വേണ്ടിയിട്ടാണ് ഇത്രയും പോയിന്റ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, ഇനി ചിലപ്പോ ഈ ചോദ്യം ഇങ്ങനെ ആവാം. A04, B30 are the points on the line. Find the slope of this line. Prove that the equation of the line is x/3 plus y/4 equal to 1. ഇതാണ് കാണിക്കുന്നത്. കുറച്ച് കയറിപ്പോയതാണ്. ഇത് ഇക്വേഷൻ ആണ്, തെളിയിക്കാൻ ചോദിക്കും. ഇപ്പൊ ഇക്വേഷൻ കണ്ടാൽ പോരാ, ഇക്വേഷൻ ഈ രീതിയിലാണ് കിട്ടുന്നത് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അത് നേരത്തെ ചെയ്ത പോലെ ഇക്വേഷൻ കാണുക തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇക്വേഷൻ കണ്ടിട്ട് നമുക്ക് ഇതുപോലെ ആവണം. ഈ ചോദ്യത്തിൽ ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസവും കൂടെ ഈ ചോദ്യം വരാറുണ്ട്. ചിത്രം തന്നിട്ട് ഇത് എ, ഇത് ബി ആണ് എന്നിട്ട് ക്വസ്റ്റ്യന് ഇങ്ങനെ ചോദിക്കുന്നതിന് പകരം ഈ ഡിസ്റ്റൻസ് 4, ഈ ഡിസ്റ്റൻസ് 3 ആണെന്ന് പറഞ്ഞു, ഈ ഡിസ്റ്റൻസ് 4 ആണ്, എന്നിട്ട് എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് പറയാൻ പറയും. അപ്പൊ ഇത് എക്സ് ആക്സ് ആയതുകൊണ്ട് y കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് എന്നുള്ള പിന്നെ ഈ ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പൊ 3 0 ആയിരിക്കും. y ആക്സ് ആയതുകൊണ്ട് എക്സ് 0 ആയിരിക്കും, ഈ ഡിസ്റ്റൻസ് 4 ആയിരിക്കും. അപ്പൊ പോയിന്റ് ഇതുപോലെ എഴുതാം. അത് തന്നെയാണ് ഈ ചോദ്യം. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 0,4 എന്നുള്ള പോയിന്റ് വന്നു, അതുപോലെ 3,0 എന്ന പോയിന്റ് പറഞ്ഞു. ഇത് ഉപയോഗിച്ച് ആദ്യം സ്ലോപ്പ് അഥവാ ചെരിവ് കണ്ടുപിടിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്ന ഫോർമുല എടുക്കുന്നു. y2 ഈസ് 0 മൈനസ് 4 ബൈ 3 മൈനസ് 0 ഈക്വൽ ടു മൈനസ് 4/3 ആണ്. ഇതാണ് സ്ലോപ്പ്. ഇക്വേഷൻ കാണണം. വരയുടെ സമവാക്യം കണ്ടുപിടിക്കണം.
നേരത്തെ പറഞ്ഞ പോലെ y മൈനസ് y1 ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു ചെരിവ് ഇൻറ്റു എക്സ് മൈനസ് x1 ആണ്. y മൈനസ് y1 എന്ന് ഈ പോയിന്റ് നമ്മൾ എടുക്കണമെങ്കിൽ y1 എന്നത് 4 ഈക്വൽ ടു മൈനസ് 4/3 ഇൻറ്റു എക്സ് മൈനസ് x1 എന്നത് 0. ഈ 3 എന്നുള്ളതിനെ ഇപ്പുറത്തേക്ക് എഴുതുന്നു. അപ്പോൾ 3 ഇൻറ്റു y മൈനസ് 4 ഈക്വൽ ടു മൈനസ് 4 ഇൻറ്റു എക്സ് മൈനസ് 0 ഈസ് 0 മൈനസ് 4x. 3y 3 ഇൻറ്റു y 3y 3 ഇൻറ്റു 4 12 ഈക്വൽ ടു മൈനസ് 4x. നമുക്ക് ഇക്വേഷൻ ഇതുപോലെയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ എക്സും വൈ ഉള്ള ഭാഗം ഇവിടെ, നമ്പർ ഇവിടെയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇപ്പുറത്തെടുത്ത് ഈ നമ്പറിനെ ഇപ്പുറത്തേക്ക് മാറ്റാം. 4x ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഉള്ളത് പ്ലസ് ആവുന്നു. 3y ഈക്വൽ ടു 12. അപ്പൊ എക്സും വൈ ഒരു ഭാഗത്തും നമ്പർ ഒരു ഭാഗത്തായി. ഇനി വേണ്ടത് ഈ ഫോമിലേക്ക് മാറ്റണം. ഈ ഫോമിലേക്ക് മാറ്റി വരുമ്പോൾ ഇവിടെ ആൻസർ 1 ആണ് വേണ്ടത്. 1 കിട്ടാൻ 12 ആണ് ഇവിടെ ഉള്ളത്. അങ്ങനെയാണ് 12 കൊണ്ട് എല്ലാത്തിനെയും ഡിവൈഡ് ചെയ്യുന്നു. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ 3 വരുന്നു, ഇവിടെ ഡിവൈഡ് ചെയ്താൽ ഇവിടെ 3 വരുന്നു, ഇവിടെ 4 വരുന്നു, ഇവിടെ 1 ആവും. പറഞ്ഞാൽ x/3 പ്ലസ് y/4 ഈക്വൽ ടു 1 എന്ന ഇക്വേഷൻ കിട്ടും. ഓക്കെ, then അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഒരു പാരലോഗ്രം തന്നു. പാരലോഗ്രത്തിന്റെ 4th വെർട്ടെക്സ് കണ്ടുപിടിക്കണം. അതുപോലെ AC എന്നുള്ളതിന്റെ ഈ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അതുപോലെ അതിന്റെ ഇക്വേഷൻ കാണണം. ഇത് ഒറിജിൻ കൂടെ പാസ് ചെയ്യുന്നു എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഇതിന്റെ 4th വെർട്ടെക്സ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. 1 2 ഇപ്പൊ ഒരു പാരലോഗ്രം ഉണ്ട്. എ എന്നുള്ളത് 1 2 എന്നുള്ള പോയിന്റ്, ബി 5 3 എന്നുള്ള പോയിന്റ്, സി നമുക്കറിയില്ല, ഡി എന്നത് 4 6 എന്നുള്ള പോയിന്റ്. 4 6 സിയുടെ കോർഡിനേറ്റ് കാണുന്ന മെത്തേഡ് മിക്കവാറും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും കരുതുന്നു. ചെയ്യേണ്ടത് ഏത് കോർഡിനേറ്റ് ആണ് കാണേണ്ടത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കോർഡിനേറ്റ്സ് മൈനസ് ചെയ്യണം, മറ്റത് രണ്ടും ആഡ് ചെയ്യണം. ഇങ്ങനെ സാധനം ഉണ്ട്. അപ്പോൾ 4 + 5 -1 വരും. അതുപോലെ 6 + 3 -2 വരും. ഈക്വൽ ടു 4 + 5 9 - 1 8 9 - 2 7. അപ്പൊ സി എന്നുള്ളത് 8 7 ആണ് 4th വെർട്ടെക്സ്. അടുത്ത് ചോദിച്ചത് എ സിയുടെ സ്ലോപ്പ് കണ്ടുപിടിക്കണം, ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ എ സി എന്നുള്ള സ്ലോപ്പ് കണ്ടുപിടിക്കുക. എ എന്നുള്ളത് 1 2 ആണ്, സി എന്നത് 8 7 ആണ്. സ്ലോപ്പ് ഓഫ് എ സിയുടെ ചെരിവ് കണ്ടുപിടിക്കണം. നേരത്തെ പറഞ്ഞ പോലെ y ഡിഫറൻസ് y -2 7 - 2 / 8 - 1 ഈക്വൽ ടു 5/6 ആണ്. ഇക്വേഷൻ ആണ് അടുത്തത്, വരയുടെ സമവാക്യം. y - y1 ഈക്വൽ ടു 5/6 ചെരിവ് ഇൻറ്റു x - x1. y - y1 ഈ പോയിന്റ് എടുക്കുന്നെങ്കിൽ 2 ഈക്വൽ ടു 5/6 ഇൻറ്റു x - 1. ക്രോസിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. y - 2 ഇൻറ്റു 6 ഈക്വൽ ടു 5 ഇൻറ്റു x - 1. 6y - 12 ഈക്വൽ ടു 5x - 1. ഈ 6y ആ ഭാഗത്ത് ഒരുമിച്ച് ഇതാണെങ്കിൽ 5x - 6y + 12 - 1 ഈക്വൽ ടു 0. or 5x - 6y + 11 ഈക്വൽ ടു 0 is the required answer. ഇനി ഈ വര ആധാര ബിന്ദുവിലൂടെ കടന്നു പോകുമ്പോൾ ഒറിജിൻ കൂടെ പാസ് ചെയ്യുന്ന, ഈ ഒറിജിൻ കൂടെ പാസ് ചെയ്യണമെങ്കിൽ x 0 എടുത്താൽ y എന്നുള്ളതും 0 ആണ് കിട്ടണമെങ്കിൽ പാസ് ചെയ്യും.
പാസ് കിട്ടുന്നില്ലെങ്കിൽ പാസ് ചെയ്യുന്നില്ല എന്ന്. ഇവിടെ എക്സിന് 0 കൊടുത്താൽ y 0 ആകുമോ നോക്കാം നമുക്ക്. എക്സിന് 0 കൊടുത്താൽ ഈ ടേം 0 ആയി പോകും. ഇനി ബാക്കി വരുമ്പോൾ എക്സ് 0 ആണെങ്കിൽ -6y + 11 = 0 വരണം. അപ്പൊ ഇത് 0 വരാന്നാണ് നോക്കേണ്ടത്. y 0 വരാൻ നോക്കണം. അപ്പൊ ഇത് = 0 ആണ്. അങ്ങനെയാണ് -6y എന്നുള്ളത് -11 വരും. മൈനസ് കട്ട് ചെയ്തിട്ട് y എന്നുള്ളത് 11/6 ആണ്. ഇത് 0 അല്ല, അതുകൊണ്ട് പാസ് ചെയ്യില്ല എന്നർത്ഥം. ഇതാണ് നോക്കുന്നത്. ഓക്കെ, then let us discuss the next question. ഒരു ലൈനിന്റെ ഇക്വേഷന് എല്ലാ സമയത്തും ഈ പറഞ്ഞ രീതിയിലൊന്നും ആവണം നിർബന്ധമൊന്നുമില്ല. എല്ലാ സമയത്തും ഇങ്ങനെ ആവണം എന്നില്ല. അതുപോലെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇതേപോലെ ആവണം എന്നില്ല. അപ്പൊ പല രീതിയിൽ നമുക്ക് ഇക്വേഷൻ എഴുതാം. അതാണ് ഇന്നത് പറയുന്നത്. y = 2x എന്നുള്ള രീതിയിൽ വരുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ വരുന്നെങ്കിൽ നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണം. എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അറിയണം. സമവാക്യം എക്സും വൈയും തമ്മിലുള്ള കണക്ഷൻ ആണ് ശരിക്കും ഇക്വേഷൻ. അത് തമ്മിലൊരു റിലേഷൻ ഉണ്ടാവും. ആ റിലേഷനെയാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറഞ്ഞത്. തമ്മിലുള്ള ബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ള ബന്ധം എക്സിന്റെ ഇരട്ടിയാണ് വൈ എന്നാണ്. എക്സ് എത്രയാണോ എടുക്കുന്നത് അതിന്റെ ഡബിൾ ആയിരിക്കും വൈ വരുന്നതെന്ന് അർത്ഥം. അപ്പൊ നോക്കിയേ, റൈറ്റ് ദ പോയിന്റ് ഓൺ ദിസ് ലൈൻ. ഈ ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതാനാ. നമുക്ക് ഇഷ്ടമുള്ള പോയിന്റ് എഴുതാം. എക്സ് 1 ആണെങ്കിൽ വൈ എന്നുള്ള അതിന്റെ ഡബിൾ ആയിരിക്കണം. അതാണ് ഈ പറഞ്ഞത്. ഇപ്പൊ എക്സ് ഒരു 5 ആണ് എടുക്കണമെങ്കിൽ വൈ എന്നുള്ള അതിന്റെ ഡബിൾ 10 ആയിരിക്കണം. അതാണ് ഈ y = 2x എന്ന് പറഞ്ഞതിന്റെ മീനിങ്. y എത്രയാണെന്ന് വെച്ചാൽ എക്സിന്റെ ഡബിൾ ആയിരിക്കണം. 5, 10. ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനാണ്. അപ്പോ സ്ലോപ്പ് കാണാന് നമ്മൾ നേരത്തെ എഴുതിയ സമയത്ത് y ഈ ഭാഗത്ത് ഇക്വേഷൻ എഴുതുന്നിടത്തൊക്കെ ഇങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇവിടെ y, ഇവിടെ x, അതിന്റെ കൂടെയാണ് സ്ലോപ്പ് നിൽക്കുന്നത് അർത്ഥം. അപ്പൊ ഇക്വേഷൻ എഴുതുമ്പോൾ y = എന്ന് എഴുതുകയാണെങ്കിൽ y = mx + c എന്നാണ് ഇക്വേഷന്റെ ഒരു ഫോം. അതിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന ഈ നമ്പർ സ്ലോപ്പ് ആയിരിക്കും. അപ്പൊ y = ഒരു 5x + 3 എന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ 5 ആണ് ഇവിടുത്തെ സ്ലോപ്പ് ആയിട്ട് വരിക. അപ്പൊ നമ്മളെ ചോദ്യത്തില് y = 2x ആണ്. y = 2x എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സ്ലോപ്പ് അഥവാ ചെരിവ് എന്നുള്ളത് ഈ 2 ആണ് വരുന്നത്. അപ്പൊ നേരെ നമുക്ക് സ്ലോപ്പ് എഴുതാൻ അർത്ഥം. ഇനി ഈ വര y അക്ഷത്തെ മുറിച്ചെടുക്കുന്ന ബിന്ദുവിന്റെ സൂചകസംഖ്യ എന്താണ്? y ആക്സിനെ കട്ട് ചെയ്യണം. y ആക്സിനെ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആക്സിസ് ആണെങ്കിൽ x ആക്സ് ആണ് y 0 നേരത്തെ പറഞ്ഞു. അപ്പൊ y ആക്സ് ആണെങ്കിൽ x 0 ആയിരിക്കും. ഈ x 0 ആകുമ്പോൾ y എത്ര ഇവിടെ കിട്ടാന്ന ചോദ്യം. y = 2x ആണ് നമുക്കറിയാലോ. അപ്പൊ ഇതിനകത്ത് x 0 പറയുകയാണെങ്കിൽ y എന്തെന്നായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് 0, 0 ആണ്. എന്താണ്? ഒറിജിൻ കൂടെയാണ്, ആധാര ബിന്ദുവിലൂടെയാണ് ഇത് കടന്നു പോകുന്നതെന്ന് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ് നമ്മള്. 3, 2, 8, 17. നേരത്തെ നമ്മൾ പറഞ്ഞു 2 പോയിന്റ് തന്നാൽ വേറെ എന്തൊക്കെ പറയാന്നൂടെ പറഞ്ഞിരുന്നു. അപ്പൊ അതിനകത്ത് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം, റേഷ്യോ വരുന്ന ചോദ്യം കാണാം, പിന്നെ സ്ലോപ്പ് കണ്ടുപിടിക്കാം, പോയിന്റ് ആണോ എന്ന് ഒക്കെ രീതിയിലുള്ള ചോദ്യം വരാം. അപ്പൊ ഈ ചോദ്യത്തിലേക്ക് വരികയാണ് നമ്മള്. 3, 2, 8, 17. A 3, 2, B 8, 17. ആദ്യത്തെ ചോദ്യം മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു എന്താണ്? മിഡ് പോയിന്റ് അഥവാ മധ്യബിന്ദു കണ്ടുപിടിക്കണം. ഇത് കാണാനുള്ള മാർഗം നമുക്കറിയാം. x1 + x2/2 y1 + y2/2. ഇതാണ് മിഡ് പോയിന്റ് കാണാനുള്ള മാർഗം. എക്സുകളുടെ എക്സ് കോർഡിനേറ്റിന്റെ സമ്മിന്റെ ഹാഫ്, y കോർഡിനേറ്റിന്റെ സമ്മിന്റെ ഹാഫ്. എങ്ങനെയാണ് ഇവിടെ വരുന്നത്? 3 + 8/2 2 + 17/2 = 11/2 19/2. ഇതാണ് മിഡ് പോയിന്റ് വരുന്നത്. ഓക്കെ, അടുത്ത ഇതിന്റെ ചോദ്യം വരുന്നത്, ഇഫ് ദ P divides AB in the ratio 2:3, then find the coordinates of P. AB യെ 2:3 എന്ന അംശബന്ധത്തിൽ വിഭജിക്കുന്ന ബിന്ദുവിന്റെ സൂചകസംഖ്യ എന്താണ്? ഓക്കെ, അപ്പോ A എന്നുള്ളത് 3, 2 എന്നുള്ള ബിന്ദുവാണ്. B എന്നത് 8, 17 എന്നുള്ള ബിന്ദുവാണ്. അപ്പൊ നമുക്കൊരു ലൈൻ ഇങ്ങനെ സങ്കല്പിച്ചു നോക്കാം. A എന്നുള്ളത് 3, 2, B എന്നത് 8, 17. ഈ വരയെ 2:3 എന്ന തോതില്
2:3 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 2:3 എന്ന റേഷ്യോയിൽ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ടോട്ടൽ 5 പാർട്സ് ആക്കി മാറ്റണം, 5 ഭാഗമാക്കി മാറ്റണം. നമുക്കതിനെ 5 ഭാഗമാക്കുന്നത് കരുത്. 2, 3, 4, 5 5 ഈക്വൽ ഭാഗമാണ്. ഈ ഭാഗത്ത് 2 എണ്ണം, ആ ഭാഗത്ത് 3 എണ്ണം വരുന്ന ഒരു പോയിന്റ് ഉണ്ട് പി. ഇതിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഈക്വൽ ഡിസ്റ്റൻസിലാണ് പോയിന്റ് വരുന്നെങ്കിൽ അതിന്റെ എക്സ് കോർഡിനേറ്റിന്റെ ഡിഫറൻസുകൾ സെയിം ആയിരിക്കും. നല്ലൊരു അരിത്തമ സീക്വൻസ് പോലെ ആയിരിക്കും, സമാന്തര ശ്രേണി പോലെ ആയിരിക്കും. ഇങ്ങനെ റേഷ്യോ വരുന്ന ചോദ്യത്തിലൊക്കെ സമാന്തര ശ്രേണിയുടെ ആശയമാണ് കുറച്ചുകൂടെ നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റുക. അവിടെ വൈയുടെ വ്യത്യാസം നിന്ന് ഈക്വൽ ആയിട്ട് 5 ഭാഗം ആക്കണം, അതിൽ 2 എണ്ണം എടുത്തിട്ട് ഇങ്ങോട്ട് കൂട്ടണം. വൈന് അതുപോലെയാണ്. അങ്ങനെയാണെങ്കിൽ ആ പറയുന്നത് നമുക്ക് കോമൺ ഡിഫറൻസ് അല്ലെ പൊതുവ്യത്യാസം ഒക്കെ ആക്കിയിട്ട് ചെയ്യാം. എക്സിന്റെ കോമൺ ഡിഫറൻസ് കാണാം. ഇവിടെ 8 - 3 ബൈ 5 ഭാഗമാക്കണം, 5. അപ്പൊ അത് 5/5 1 ഈ എക്സ് 1 കൂടി പോകേണ്ടത് അർത്ഥം. അവിടെ 3 എന്നുള്ളത് 3 + 1 4 വരും, 4 + 1 5 വരും. അപ്പൊ പിയുടെ എക്സ് കോർഡിനേറ്റ് കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് ഓഫ് വൈ കണ്ടുപിടിക്കാം. അപ്പൊ അത് നേരത്തെ പറഞ്ഞ പോലെ 17 - 2/5. ഈ 5 വരുന്നത് 5 ഭാഗമാണെങ്കിൽ ഡിഫറൻസ് 5 ആയിരിക്കും വരിക. അപ്പൊ അത് 15/5 3 ആണ്. വൈ കൂടേണ്ട സംഖ്യ, വൈയുടെ ഇൻക്രിമെന്റ് 3 ആണ് അർത്ഥം. അപ്പൊ 3 കൂടണം. 2 + 3 5, 5 + 3 8. ഇതാണ് പിയുടെ കോർഡിനേറ്റ്സ്. അപ്പൊ പി എന്നുള്ളത് 5, 8 എന്നാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള സുഖം, ഈ രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇനിയിപ്പോ ഇതിനകത്ത് എല്ലാ പോയിന്റ് വേണമെങ്കിലും പ്രയാസമില്ലാതെ കണ്ടുപിടിക്കാം. ഇങ്ങനെ ചിലപ്പോൾ ഉണ്ടോ 5 തുല്യ ഭാഗാക്കുന്ന 4 പോയിന്റ് കണ്ടുപിടിക്കാൻ പറയും. 4 പോയിന്റ് വേണമെങ്കിലും ബാക്കി 2 പോയിന്റ് വേണമെങ്കിലും ഇതേപോലെ പറയാം. എക്സ് 1 കൂടുന്നത്, ഇവിടെ 6 വരും, ഇവിടെ 7 വരും, അടുത്ത 8 വരും. ഇവിടെ 3 കൂടുന്നത്, 11, 14, 17. അപ്പൊ എല്ലാ പോയിന്റ്സും ആണെങ്കിൽ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാം. ഇതാണ് ഇങ്ങനത്തെ മെത്തേഡിന്റെ സൗകര്യമുള്ളത്. അടുത്ത ചോദ്യത്തിനകത്ത് സ്ലോപ്പ് എന്താണ്? അപ്പൊ നോക്കിയേ, സ്ലോപ്പ് എന്താന്ന് ചോദിക്കുന്നതിന്റെ ലോജിക് എന്താന്ന് ചോദിച്ചാൽ നമുക്കറിയാം y2 - y1/x2 - x1 ആണ്. ശരിക്ക് y2 - y1 ആണ് yന്റെ രണ്ടാമത്തെ ഒന്നാമത്തെ മൈനസ് ചെയ്യാന്ന്. ഇത് തന്നെയല്ലേ ശരിക്കും നമ്മൾ കോമൺ ഡിഫറൻസ് കാണാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. അപ്പൊ ശരിക്കും ഇത് വൈയുടെ കോമൺ ഡിഫറൻസ് ബൈ എക്സിന്റെ കോമൺ ഡിഫറൻസ് ആണല്ലോ. വൈയുടെ കോമൺ ഡിഫറൻസ് നേരത്തെ നമ്മൾ 3 ആണെന്ന് കണ്ടിട്ടുണ്ട്, എക്സിന്റെ കോമൺ ഡിഫറൻസ് 1 ആണെന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ 3 ആണ് ഇവിടുത്തെ സ്ലോപ്പ്. ഈ ഐഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ ഡിഫറൻസ് ഒന്നും കാണേണ്ട, നേരെ നമുക്ക് ഇത് ചെയ്യാം. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദ്യത്തിന്റെ കൂടെ സ്ലോപ്പ് കൂടെ ചോദിക്കുന്നത്. അടുത്തത് എ എന്നുള്ളത് 3, 2, ബി എന്നത് 8, 17, സി എന്നത് ഒരു പോയിന്റും കൂടെ ഇതിന്റെ കൂടെ പറയാണ്. സി എന്നത് 7, 13 വരുന്നു. 7, 13 ഒരു ത്രികോണത്തിന്റെ 3 ശീർഷങ്ങളാണ്, ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസ് ആണ്. സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം കണ്ടുപിടിക്കണം. കാണാനുള്ള മാർഗം നേരത്തെ മിഡ് പോയിന്റ് കണ്ടതുപോലെ ഇവിടെ x1 + x2 + x3/3, y1 + y2 + y3/3. 3 കൂടെ കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിക്കാതാണ്. അപ്പൊ അത് 3 + 8 + 7/3, 2 + 17 + 13/3. സോറി, 2, 17, 13. 3 + 8 11, 18/3. ഇവിടെ 32/3. 6, 32/3. ഇതാണ് മധ്യമ കേന്ദ്രമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് ഒരു ഇക്വേഷൻ ഓഫ് സർക്കിൾ ആയിട്ട് വരികയാണ്. അപ്പൊ സർക്കിളിന്റെ ഇക്വേഷന് നമുക്ക് 2 രീതിയിലാണ് സർക്കിളിന്റെ ഇക്വേഷൻ ഉണ്ടാവുക. ഒന്ന്, സെന്റർ ഒറിജിൻ ആയിട്ട് വരികയാണെങ്കിൽ, സർക്കിളിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x² + y² = r² ആണ്. തിരിച്ച് x² + y² = r² എന്ന രൂപത്തിലാണ് എഴുതുന്നതെങ്കിൽ അതിന്റെ സെന്റർ ഒറിജിൻ ആയിരിക്കും. ഇനി സെന്റർ എ ബി ആണെങ്കിൽ x - a² + y - b² = r² എന്ന രൂപത്തിലായിരിക്കും ഇക്വേഷൻ ഉണ്ടാവുക. ഈ ചോദ്യം നോക്കാം. ഇക്വേഷൻ x² + y² = 25 ആണ്. സർക്കിളിന്റെ ഇക്വേഷൻ, വൃത്തത്തിന്റെ സമവാക്യം x² + y² = 25 കണ്ടാൽ നമുക്ക് മനസ്സിലാവേണ്ട ആദ്യത്തെ കാര്യം
ഇതിന്റെ സെന്റർ അഥവാ കേന്ദ്രം എന്നത് 0, 0 ആണ്. അതുപോലെ റേഡിയസിന്റെ സ്ക്വയർ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ആർ സ്ക്വയർ 25 ആണ് എങ്കിൽ ആർ എന്നുള്ളത് √25 5 ആണ്. ആര് എത്രയാണ്? കേന്ദ്രത്തിന്റെ സൂചകസംഖ്യയാണ്. ഇനി തിരിച്ചതേ ചോദ്യം, ആധാരബിന്ദുവാണ്, ഒറിജിൻ ആണ്, സെന്റർ, റേഡിയസ് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും? സർക്കിളിന്റെ ഇക്വേഷൻ x² + y² = r². x² + y² = 9. ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് വരുന്നത് സീസ് ദ സെന്റർ ഓഫ് സർക്കിൾ പാസിംഗ് ത്രൂ ദ ഒറിജിൻ, സർക്കിൾ കട്ട്സ് ദ y ആക്സിസ് അറ്റ് 0, 4. ഇതാണ്. അപ്പൊ ഇങ്ങനെ 0, 4, 4, 0 എന്ന രണ്ട് പോയിന്റിൽ കട്ട് ചെയ്യുന്നുണ്ട്. 4, 0, 0, 4. അങ്ങനെയാണെങ്കിൽ എൻ്റെ സി എന്നുള്ള മിഡ് പോയിന്റ് ആണ്, അത് കണ്ടുപിടിക്കണം. പിന്നെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഒരു പോയിന്റ് 0, 0 ആവുന്ന ഇതുപോലത്തെ രണ്ട് ഈക്വൽ ആവുന്ന പോയിന്റ് ഉണ്ട്, അത് വേറെ ഏതാണ് കണ്ടുപിടിക്കണം. ചോദ്യത്തിന് നമുക്ക് ഇതിലേക്ക് വരാം. ഒരു സർക്കിൾ ഉണ്ട്, എക്സ് ആക്സിലും വൈ ആക്സിലൂടെ പാസ് ചെയ്യുന്ന. ഇത് 4, 0 ആണ്, ഇത് 0, 4 ആണ്. സി എന്നുള്ളത് ഇതിന്റെ സെന്റർ ആണ്. ഈ സെന്റർ എന്നത് ഇവിടുത്തെ മിഡ് പോയിന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് മിഡ് പോയിന്റ് കാണാനുള്ള ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. x1 + x2/2 y1 + y2/2 = 2, 2 എന്നുള്ളതാണ് പോയിന്റ് വരുന്നത്. അപ്പൊ ഇത് 2, 2 എന്നുള്ളതാണ്. ഇനി അടുത്തത് സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞു x - a² + y - b² = r². ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. അപ്പൊ അതിൽ ഒന്ന് വേണ്ടത് നമുക്ക് സെന്റർ ആണ്. സെന്റർ ആണ് വേണ്ടത്. അപ്പൊ സെന്റർ നമുക്ക് ഓൾറെഡി കിട്ടിപ്പോ 2, 2 ആണ്. പിന്നെ വേണ്ടത് റേഡിയസ് ആണ്. അപ്പൊ റേഡിയസ് കണ്ടുപിടിക്കണം. റേഡിയസ് എന്ന് പറഞ്ഞത് ഒന്നുകിൽ ഈ ഡിസ്റ്റൻസ് എടുക്കാം, ഈ പോയിന്റ് അറിയുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് എടുക്കാം, ഈ പോയിന്റ് അറിയുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസ് എടുക്കാം. എനിക്ക് തോന്നുന്നത് ഇതാണ് ഏറ്റവും സിമ്പിൾ വരിക, കാരണം ഇത് 0, 0 ആണ്. അങ്ങനെയാണെങ്കിൽ 0, 0 ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പം പറയാം. അപ്പോൾ r = √0 0 ആകുമ്പോൾ 2 - 0² + 2 - 0² = √2² + 2². 4 × 2 2√2 വരും. 2√2 ആണ് റേഡിയസ്. അങ്ങനെയാണ് ഇക്വേഷന് x - a എന്നുള്ളത് 2 ആണ്, ² y - b എന്നുള്ളത് 2 ആണ്, y - 2² = 2√2² വരും. അപ്പൊ അത് 8 വരും. 2√2² അഥവാ x - 2² + y - 2² = 8 വരും. ഇനി അടുത്തത് 0, 0 പറഞ്ഞ പോലെ x കോർഡിനേറ്റും y കോർഡിനേറ്റും ഈക്വൽ ആവുന്ന വേറൊരു പോയിന്റും കൂടെ ഈ സർക്കിൾ ഉണ്ടെന്നാണ്. അപ്പൊ രണ്ടും ഇതിങ്ങനെ പറയാം. ഒന്നുകിൽ ഇങ്ങനെ വരച്ചാല് ഈ പോയിന്റ് എന്താന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഡിസ്റ്റൻസ് 4 ആണ്, ഈ ഡിസ്റ്റൻസ് 4 ആണ്, അതുകൊണ്ട് 4, 4 എന്ന് പറയാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് ഈക്വൽ ആണ്. അപ്പൊ എക്സിന്റെ വൈന്റെ ഇൻക്രിമെന്റ് അതുപോലെ വരാം. 0, 2 ആവണം. അപ്പൊ 2 കൂടി, വീണ്ടും 2 കൂടുമ്പോൾ 4 ആവും. ഇത് അതുപോലെ 2 കൂടി 2 കൂടുമ്പോൾ 4 ആവും. 4, 4 എന്നാണ് അടുത്ത പോയിന്റ് വരുന്നത്. ഓക്കെ, ഇതുപോലെ 5, 5 is a point on the circle with center 1, 2. Find the radius. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. ഒരു സർക്കിൾ ഉണ്ട്, അതില് 1, 2 സെന്ററും 5, 5 പോയിന്റുമാണ്. 1, 2 എന്നത് സെന്റർ ആണ്, 5, 5 എന്നുള്ള സർക്കിളിലെ ഒരു പോയിന്റ് ആണ്. ആദ്യം ഇതിന്റെ റേഡിയസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഡിസ്റ്റൻസ് ഫോർമുലയാണ്. അപ്പോൾ r² = x2 - x1² + y2 - y1². ഇതാണ് r² വരിക. r ആണെങ്കിൽ √of എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഡിസ്റ്റൻസ് ആകുമ്പോൾ √x2 - x1² എന്ന് പറഞ്ഞിട്ട് എഴുതാം. r² = x2 - x1 5 - 1² + 5 - 2
ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ അഥവാ 16 പ്ലസ് 9 25. Therefore r equal to root of 25 5 ആണ്. റേഡിയസ് 5 എന്ന് വന്നു. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ശരിക്കും സർക്കിളിന്റെ ഇക്വേഷൻ എന്നാൽ ഡിസ്റ്റൻസ് ഫോർമുല തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഒരു എക്സ് വൈ എന്നുള്ള പോയിന്റ് ഉണ്ടെങ്കിൽ ഈ ഡിസ്റ്റൻസ് എഴുതുന്നതാണ് ശരിക്ക് സർക്കിളിന്റെ ഇക്വേഷന്. അപ്പോൾ ആണെങ്കിൽ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ അഥവാ 25. ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ. ഓക്കെ, അടുത്തത് ഇതിനെ കണക്ട് ചെയ്തിട്ട് വേറെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ചെക്ക് വെദർ ദ ഫോളോയിങ് പോയിന്റ് ഇൻസൈഡ് ഔട്ട്സൈഡ് 8 10 3 7 ഈ വര 8 10 3 7 ഈ ബിന്ദുക്കള് വൃത്തത്തിനകത്താണോ പുറത്താണോ? സോറി, ഇവിടെയാണ് 8 10. ഈ 8 10 ഈ സർക്കിളിനകത്തോ പുറത്തോ എന്ന് അറിയാന് നമ്മൾ 1 2 എന്നുള്ള പോയിന്റും 8 10 എന്നുള്ള പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇത് റേഡിയസിന് ഈക്വൽ ആണെങ്കിൽ സർക്കിളിലായിരിക്കും, റേഡിയസിനേക്കാൾ കൂടുതലെങ്കിൽ ഔട്ട് സൈഡ് ആയിരിക്കും, റേഡിയസ് കുറവാണെങ്കിൽ ഇൻസൈഡ് ആയിരിക്കും. അപ്പൊ ഡിസ്റ്റൻസ് കാണുന്നു റൂട്ട് ഓഫ് 8 മൈനസ് 1 ഹോൾ സ്ക്വയർ പ്ലസ് 10 മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 7 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ ഈക്വൽ ടു 49 പ്ലസ് 64 ഈക്വൽ ടു റൂട്ട് ഓഫ് 113. അത് ഇവിടെ ഉള്ള 5-നേക്കാളും വലുതാണ്. അപ്പൊ ഔട്ട് സൈഡ് ആണ്, പുറത്താണെന്ന് പറയാം. അതുപോലെ 3 7 എന്നുള്ള ബിന്ദു 3 7 ഇതിനകത്താണ് നോക്കാൻ. 3 7 1 2 ഇതുപോലെ എടുത്തു നോക്കാം. റൂട്ട് ഓഫ് 3 മൈനസ് 1 ഹോൾ സ്ക്വയർ 7 മൈനസ് 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 2 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ റൂട്ട് ഓഫ് 29. അതും 5-നേക്കാളും വലുതാണ്, ഔട്ട് സൈഡ് ആണ്, പുറത്താണ്. ഓക്കെ, ലാസ്റ്റ് വേറൊരു ചോദ്യമാണ്, ഇതിന്റെ കൂടെ ചേർത്താണ്. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ 81. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് വൈ മൈനസ് 3 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 81 വന്ന സെന്റർ അഥവാ കേന്ദ്രം എന്തായിരിക്കും? നമുക്കറിയാലോ, കേന്ദ്രം എ ബി ആണെങ്കിൽ സർക്കിളിന്റെ ഇതാണ് വരുന്നത്. അപ്പൊ ഇവിടെ കേന്ദ്രം വരുന്നത് 2 3 ആണ്. റേഡിയസിന്റെ സ്ക്വയർ ആണ് 81. അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞത് 9 ആണ്. ഇതാണ്. ഓക്കെ ഓക്കെ അപ്പൊ നമ്മള് രണ്ടാമത്തെ സെഷൻ ഇവിടെ നമ്മൾ പൂർത്തിയാക്കാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കമന്റിൽ ചെയ്യാം, വാട്സപ്പ് ചെയ്യാം. ഞാൻ വാട്സപ്പിന്റെ നമ്പർ ഒന്നും കൂടെ ഞാൻ കാണിക്കാം. 9495077206 ആണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ ഈ വീഡിയോന്റെ താഴെ കമന്റ് ആയിട്ട് കൊടുക്കാം. വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ വീഡിയോന്റെ താഴെ കമന്റ് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വാട്സപ്പ് ചെയ്യാം. എന്തായാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടീമുണ്ട്, റെഡിയായി നിൽക്കാം. അടുത്ത ക്ലാസ് വരുന്നത് 14-ാം തീയതി ശനിയാഴ്ച 7 മണിക്ക്, രാവിലെ 7 മണിക്ക് അടുത്ത ക്ലാസ് പോസ്റ്റ് ചെയ്യും, 3-ാമത്തെ സെഷനായിട്ട്. ഓക്കെ, താങ്ക് യു. എല്ലാവരും നന്നായി പഠിച്ച് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക. താങ്ക് യു.